നാരായണമംഗലം എ.കെ.ജി. സാംസ്കാരിക സമിതിയുടെയും എ.കെ.ജി. ഗ്രാമീണ വായനശാലയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പ്രതിഭാസംഗമം സംഘടിപ്പിച്ചു. എ.കെ.ജി. സാംസ്കാരിക സമിതി പ്രസിഡന്റ് പി.എൻ. രാമദാസിന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രതിഭാസംഗമം നഗരസഭാ ചെയർപേഴ്സൺ ടി.കെ. ഗീത ഉദ്ഘാടനം ചെയ്തു. മക്കളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറായിരുന്നു. ഇനിയും ഇതിൽ നിന്നും ഇറങ്ങിയാലും ഇനിയും പോയി ആ ജോലിയിൽ തന്നെ തുടരുന്നതാണ്. എങ്കിലും ഏതൊരു മക്കളായാലും വിജയിക്കുമ്പോൾ അച്ഛനും അമ്മയ്ക്കും കുടുംബത്തിലുള്ള എല്ലാവർക്കും നാട്ടുകാർക്കും അതും ഏറ്റവും നല്ല ഉയർന്ന തരത്തിലുള്ള വിജയമാകുമ്പോൾ സന്തോഷമാണ്. ഈ വിജയിച്ച എല്ലാ മക്കളെയും അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ അവരുടെ മാതാപിതാക്കളെയും. ഏതൊരു മക്കളായാലും ഒരു ടൈമിലൊക്കെ എല്ലാ അച്ഛനമ്മമാരും ചെയ്യുന്ന ഒരു കാര്യം, തങ്ങൾക്ക് സാധിക്കാത്ത കാര്യങ്ങൾ നമ്മളുടെ മക്കളിൽ കൂടി സാധിക്കണമെന്ന ഒരു ഉദ്ദേശത്തോടു കൂടി അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമുള്ള വിഷയങ്ങൾ മക്കളെ പഠിപ്പിക്കുക എന്നുള്ള ഒരു കാര്യമുണ്ടായിരുന്നു. എന്നാൽ അതിന് വിപരീതമായി ഏതൊരു അച്ഛനും അമ്മയും അവർക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ പഠിക്കാനും അവർക്ക് ഇഷ്ടമുള്ള മേഖലയിൽ പോകുവാനും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. എങ്കിൽ തന്നെയും നമ്മളുടെ എല്ലാ മക്കളും നല്ല രീതിയിൽ പഠിക്കുവാനും മുന്നോട്ട് പോകുവാനും കൂടാതെ നല്ല മനുഷ്യസ്നേഹികളായി ചുറ്റുപാടുമുള്ളവരുടെ വേദനകളും സങ്കടങ്ങളും അറിഞ്ഞുകൊണ്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊള്ളുന്നു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി മുസ്താഖ് അലി, എം.കെ. സുബ്രഹ്മണ്യൻ, എൻ.എ. കുഞ്ഞുമൊയ്തീൻ, കെ.കെ. യൂസഫ്, സി.ആർ. കമലാസനൻ, പി.എൻ. മോഹൻദാസ്, എം.വി. സുധീർ, എ.കെ.ജി. ഗ്രാമീണ വായനശാല സെക്രട്ടറി പി.എം. ഗോപി, എ.കെ.ജി. സാംസ്കാരിക സമിതി സെക്രട്ടറി പി.എസ്. ജയകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. നാരായണമംഗലം പ്രദേശത്തു നിന്നും SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും നാരായണമംഗലം യൂണിയൻ UP സ്കൂളിൽ നിന്നും ഉയർന്ന വിജയം കരസ്ഥമാക്കി 5ാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു. സമ്മാനം മേടിക്കുന്ന അരുണ മുരളീധരൻ. നമ്മുടെ അതുപോലെ തന്നെ ആ സാംസ്കാരിക സമിതി ലക്ഷ്യമിട്ടത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലും നമ്മുടെ സാംസ്കാരിക രംഗത്തും വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആ സാംസ്കാരിക സമിതി രൂപം കൊടുത്തത്.